ഹായ് ഓൾ. നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഏതൊരു ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഡ്രീമാണ്. ഗ്ലാമറിനോടൊപ്പം തന്നെ നല്ല സാലറി കിട്ടുന്ന ഒരു അധികാരമുള്ളൊരു പോസ്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതി സർവീസിലേക്ക് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര രൂപയാണ് ഇനിഷ്യൽ സാലറി കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സർവീസിൽ കയറി ഏതാണ്ട് 5 വർഷത്തോളം കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ സാലറി സ്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇനിഷ്യൽ ടൈമിൽ കിട്ടുന്ന സാലറി. അപ്പോൾ നമുക്ക് അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കാണുന്നത് ബേസിക് പേ ആണ്. ബേസിക് പേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PSC പറഞ്ഞതുപോലെ തന്നെ 45,600 ആയിരിക്കും സാധാരണഗതിയിൽ കയറുന്ന ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ സാലറി എന്നുള്ളത്. ഇവിടെ സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് 53,900 വന്നിരിക്കുന്നത്. ഇതിന് ആനുപാതികമായിട്ട് എല്ലാത്തിനും കുറവുകളുണ്ടാവും, സ്ലൈറ്റ് കുറവാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഒരു ഇനിഷ്യൽ ടൈം വെച്ച് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ DA എന്ന് പറയുന്നത് 11,858 രൂപയാണ്. ഇതിൽ ചെറിയൊരു കുറവ് വരും. അതായത് ബേസിക് പേ കുറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ കുറവായിരിക്കും ഉണ്ടാകുന്നത്. ഒരു 2,000-3,000 രൂപ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി HRA അലവൻസ്. HRA എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന നഗരത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തിരുവനന്തപുരം, കൊച്ചി പോലുള്ള ഏതെങ്കിലും ഒരു നഗരത്തിലാണെങ്കിൽ അതിൻ്റെ സാലറി ലെവൽ കൂടുതലായിരിക്കും. ഇനി ചെറിയ റൂറൽ ഏരിയയിൽ എവിടെയെങ്കിലുമാണ്, മലപ്പുറം പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ പാലക്കാട് പോലെയൊക്കെയുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഗ്രാമത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള സാലറി ആയിരിക്കും. പല പല ഗ്രേഡുകളുടെ പല പല തട്ടുകളിൽ നിന്നുകൊണ്ട് 3 മുതൽ 4 രീതിയിലാണ് ഈ ഒരു HRA നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ HRA എന്ന് പറയുന്നത് 2,156 രൂപയാണ് ഇവിടെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇനി പെർമനന്റ് ട്രാവൽ അലവൻസ് എന്ന് പറയുന്നത് 390 രൂപയാണ്. ഇതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഗ്രോസ് സാലറി ആയിട്ട് ഇദ്ദേഹത്തിന് ഏതാണ്ട് 68,304 രൂപയാണ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സാലറി വരുമ്പോൾ ഏതാണ്ട് 58 അല്ലെങ്കിൽ ഒരു 56 രൂപയ്ക്ക് അടുത്തായിരിക്കും നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി ഇനിഷ്യൽ സമയം, അതായത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി സാലറി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ചില ഡിഡക്ഷനുകളുണ്ട്. അതായത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് േക്കാൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ റിട്ടയർമെന്റ് സമയത്ത് വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിഷ്യലായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാൽ അത് മീറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ഒക്കെ നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങളുടെ ഒരു ഫാമിലി ഫുള്ളായിട്ട് ഇവിടെ രക്ഷപ്പെടുക അല്ലെങ്കിൽ സെറ്റിൽഡ് ആകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇവിടെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ഡിഡക്ഷന് അതിലാദ്യമായിട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ് GPF-ന്റെ, അത് 5,000 രൂപ ഇവിടെ വരുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ 800 രൂപ പോവും. ഇനി മിഡിസെപ്പിന് 687 രൂപ പോവും. ഇനി NPS അതായത് പെൻഷന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ 6,576 രൂപ പോവും. ഇതിന് തുല്യമായ ഒരു എമൗണ്ട് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ്, അത് 1,000 രൂപ പോവും. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ ആയിട്ട് 14,063 രൂപ പോവും. നിങ്ങൾക്ക് ഇത്രയും പോകില്ല, കാരണം ഇതെല്ലാം ഡിഡക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്ന ഗ്രോസ് സാലറിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നിങ്ങളുടെ ബേസിക് സാലറിയുടെ അടിസ്ഥാനത്തിലാണ്. ബേസിക് സാലറി കുറയുമ്പോൾ ബേസിക് സാലറിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന DA കുറയും. അപ്പോൾ DAയും ബേസിക് സാലറിയും അഗ്രഗേറ്റ് എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ഡിഡക്ഷൻസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 14,000 രൂപയോളൊന്നും കുറയില്ല. ഏതാണ്ട് 10 രൂപയ്ക്ക് അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഇനിഷ്യൽ ടൈമിൽ കുറയുള്ളൂ. ഇദ്ദേഹത്തെ പോലെ ഒരു സർവീസ് ലോങ് സർവീസ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിഡക്ഷനും ഇത്തരത്തിലുള്ള വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിങ്ങനെ നെറ്റ് ഹാൻഡ് സാലറി ഇദ്ദേഹത്തിന് കിട്ടുന്നത് ഏതാണ്ട് 54,241 രൂപയാണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഈ കൈകളിലേക്ക് കിട്ടുന്ന സാലറി ഏതാണ്ട് 48,000-നും 50,000-നും ഇടയിലുള്ള ഒരു ശമ്പളം നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ കിട്ടും. അതായത് ഒരു തുടക്കത്തിൽ തന്നെ ഇത്രയധികം ശമ്പളം കിട്ടുന്ന ഒരു നല്ല പോസ്റ്റാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അപ്പം ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ സാലറിയിൽ ഉപരി മറ്റേതെങ്കിലും ജോലിയെക്കാളും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന ഒരു അധികാരമുണ്ട്. വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിനും ഒക്കെ വളരെ വലിയ റോളാണ്. ഒപ്പം തന്നെ സൊസൈറ്റിയോട് വളരെ വലിയ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ വളരെയധികം കോമ്പറ്റീഷനും ഉണ്ട്. അതായത് ഒരു ഓപ്പൺ ലെവൽ കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ വളരെ മൈൽഡാണ്. എന്നാൽ ഈ ഒരു ടെക്നിക്കൽ PSC എക്സാമുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും ഉണ്ടാവും. മാത്രമല്ല നല്ല നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. പല ഉദ്യോഗാർത്ഥികളും അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവർ പോലും ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു തലത്തിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്കും അനായാസേന ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും, നല്ല റാങ്കിൽ എത്താനും
പറ്റും. അതായത് ഏഡസ്റ്റ് അക്കാഡമി കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ, അതായത് ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷനുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇതിന്റെ കോഴ്സുകൾ നടത്തിയിരുന്നു മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ നിരവധി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. 8ാം റാങ്ക്, 19ാം റാങ്ക്, 24ാം റാങ്ക്, 34ാം റാങ്ക് തുടങ്ങിയ ഏതാണ്ട് 100-നടുത്ത് ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാത്രം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഒരു വിജയം നമുക്ക് ഇനിയും ആവർത്തിക്കാൻ പറ്റും. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയല്ല ലക്ഷ്യം, നമുക്ക് ആദ്യത്തെ 1ാമത്തെയോ 2ാമത്തെ റാങ്കിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിനുള്ള കോഴ്സുകൾ ഏഡസ്റ്റ് അക്കാഡമിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഹൈബ്രിഡ് മെത്തേഡിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. PSC അടിപൊളി മാറിയിരിക്കുകയാണ്, പാറ്റേൺ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പെട്ടെന്നാണ് എക്സാമിനേഷൻ വരുന്നത്. അതായത് നമുക്കറിയാം എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാമിനേഷൻ നടത്തുന്ന രീതിയിലേക്ക് PSC മാറിയിരിക്കുകയാണ്. അപ്പം AMI എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരം നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.